ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന മുസ്ലിം ലീഗ് മുൻ ദേശീയ കൗൺസിലർ യു ഹൈദ്രോസ്. കഴിഞ്ഞ 43 വർഷക്കാലമായി ലീഗിന്റെയും സംഘടനകളുടെയും നിരവധി ചുമതലകൾ വഹിച്ചിരുന്ന ആളാണ്. സംസ്ഥാന കൗൺസിലർ, SDU സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം, ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു ഹൈദ്രോസ്. ലീഗിനുള്ളിലെ പ്രശ്നങ്ങൾ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതോടെയാണ് പാർട്ടിക്ക് കണ്ണിലെ കരടായത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് നേതൃത്വത്തിലെ ഒരു വിഭാഗം തനിക്കെതിരെ രംഗത്തുവന്ന് എന്നാരോപിച്ച് ഹൈദ്രോസ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇതിനുശേഷമാണ് ഹൈദ്രോസ് LDF-മായി സഹകരിക്കാൻ തീരുമാനിച്ചത്. താൻ ഒറ്റയ്ക്കല്ലെന്നും തന്റെ കൂടെയുള്ള പ്രവർത്തകരും LDF-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും യു ഹൈദ്രോസ് പറഞ്ഞു. ഇന്നത്തെ നേതൃത്വം സത്യത്തിന്റെ കൂടെയല്ല, സത്യം എന്റെ കൂടെ ഉണ്ട്. അവർ സമ്പാദിക്കാൻ വന്നാൽ ഞാൻ പറയാൻ തയ്യാറാണ് അവരുമായിട്ട്. സത്യത്തിന്റെ കൂടെ അവരില്ല. അവരൊക്കെ തന്നെ ആൾക്കൂട്ടത്തിന്റെ കൂടെയാണ്. അത് ശരിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ശരിയായ നടപടിക്രമമല്ല. ഞങ്ങളെ സംബന്ധിച്ച് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ഞങ്ങളൊക്കെ ചില ദീനീ കാര്യങ്ങളും മതകാര്യങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് കൊണ്ടുപോകുന്നതാണ് മുസ്ലിം ലീഗ്. അതിൽ തീരെ അത് സമ്മതിക്കുന്നില്ല. സത്യത്തിൻ്റെ കൂടെ നിൽക്കണം, നേരിൻ്റെ കൂടെ നിൽക്കണം. ഇപ്പം നേരിൻ്റെ കൂടെയല്ല, അത് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തയ്യാറാണ്. മാത്രമല്ല, ഇപ്പം CAക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ട പാർട്ടി യാതൊന്നും പറയുന്നില്ല. NIAക്ക് എതിരായിട്ട് വോട്ട് ചെയ്യേണ്ട സമയത്ത് അവിടെ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുക പോലും ചെയ്തില്ല. പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പേര് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുകയാണ്. അത് സത്യത്തിൽ ഇന്ന് നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ED നേതാക്കളെ സമീപിക്കാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്, ആ കാഴ്ചപ്പാടിലാണ് ഇന്ന് ലീഗ് നേതൃത്വം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും തെറ്റാണ്. 3 വർഷമായി കാത്തിരുന്നെങ്കിലും നേതൃത്വം തന്നെ പരിഗണിച്ചില്ലെന്നായിരുന്നു ലീഗിനെതിരെ ഹൈദ്രോസ് ഉന്നയിച്ച പരാതി. നേരത്തെ നവകേരള സദസ് ജില്ലയിലെത്തിയപ്പോൾ കുളപ്പുള്ളിയിൽ സംഘടിപ്പിച്ച പ്രഭാത സദസ്സിലും ഹൈദ്രോസ് പങ്കെടുത്തിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.